പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങൾ. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. ഹല്ലേലൂയ. അത് ആരും അവളോട് അപഹരിക്കത്തില്ല. അപഹരിക്കാൻ പറ്റാത്ത ചിലത് മറിയ തിരഞ്ഞെടുത്തു. മാർത്ത ഹല്ലേലൂയ ശുശ്രൂഷയാൽ ഒത്തിരി മനം കലകി. ഹല്ലേലൂയ അതിൻ്റെ പിറകിൽ ഒത്തിരി അധ്വാനിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം, നാം എന്താ തിരഞ്ഞെടുക്കുന്നത്? നാം ആരാ? നാം മാർത്തയെ പോലെയാണോ? നാം മറിയയെ പോലെയാണോ? ജീവിതത്തിൽ ഈ വചനങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ബലവും ഹല്ലേലൂയ ദൈവിക ശക്തിയും നമുക്ക് തരും. ഹല്ലേലൂയ മാർത്തയുടെയും മറിയയുടെയും ഭവനം യേശുവിന് വേണ്ടി തുറന്ന ഭവനമാണ്, യേശുവിനെ സ്വീകരിച്ച ഭവനമാണ്. ഇന്ന് പകൽക്കാലവും നമ്മുടെ വീട് യേശുവിനെ സ്വീകരിക്കുന്ന വീടായിത്തീരട്ടെ, യേശുവിനെ കൈക്കൊള്ളുന്ന വീടായിത്തീരട്ടെ. യേശു അകത്ത് കാല് വെക്കുമ്പോൾ, യേശു ഭവനത്തിൽ കടന്നു വരുമ്പോൾ ഭവനത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരും. യേശു ഏതൊക്കെ വീട്ടിൽ പോയോ ആ വീട്ടിലൊക്കെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, എൻ്റെ വീട് യേശുവിൻ്റെ ഭവനമാണ്, യേശു തന്ന വീടാ, ഇത് യേശുവിന് സ്ഥാനമുള്ള വീടാ, ഇത് യേശുവിനെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന വീടാ. നിങ്ങളുടെ വീട്ടിനകത്ത് യേശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്തെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരും. എന്താ മറിയ ചെയ്തത്? മറിയ യേശുവിൻ്റെ പാദത്തിലിരുന്നു, നല്ല അംശം തിരഞ്ഞെടുത്തു. ലോകത്തിൽ അല്ലെങ്കിൽ മറ്റ് വേലകൾ ചെയ്യണ്ട എന്നല്ല ആ വേദപുസ്തക വചനത്തിൻ്റെ അർത്ഥം. മാർത്ത ചെയ്തതുപോലെ അടുക്കളയിൽ ചെന്ന് വീട്ടിലെ കാര്യങ്ങൾ ഒരുക്കി യേശുവിനെ ശുശ്രൂഷിക്കാൻ, യേശുവിനെ ഹല്ലേലൂയ കെയർ ചെയ്യാൻ ഹല്ലേലൂയ എടുക്കുന്ന എഫേർട്ട് വേണ്ട എന്ന് ഒരു നാളും വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ ജീവിതത്തിൽ മുൻതൂക്കം എന്തിനു കൊടുക്കുന്നു? മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ ആത്മീക വളർച്ചയ്ക്കത്രേ, നിത്യതയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. ദൈവപാദ ഇവിടത്തെങ്കിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കാൻ ഒരു മുൻതൂക്കമുണ്ട്. ഹല്ലേലൂയ ഈ ലോകത്തിൽ ഹല്ലേലൂയ ഉള്ള മറ്റ് പലതും ഈ ലോകത്തോടെ തീർന്നു പോകും. ഒരു മനുഷ്യൻ്റെ ആരോഗ്യം, ഒരു മനുഷ്യൻ്റെ ശക്തി, ഒരു മനുഷ്യൻ്റെ സമ്പത്ത്, സൗന്ദര്യം, ഹല്ലേലൂയ ലോകത്തിൽ ഉണ്ടാക്കിയ പേര് എല്ലാം ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ കല്ലറ കൊണ്ട് മനുഷ്യനെ വിട്ടുപോകും. അതുകൊണ്ട് ആർക്കും അടുത്ത നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. എന്നാൽ പ്രിയരെ, ഇൻകറപ്റ്റബിളായി നശിച്ചു പോകാത്ത, ദ്രവിക്കാത്ത ഒന്നുണ്ടെങ്കിൽ അത് നിത്യതയാണ്. ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് കരുതാൻ പറ്റുമോ? കർത്താവുമായി അടുത്തിരിക്കാൻ പറ്റുമോ? അതാ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ ഞാൻ 2 ചോയ്സ് വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവനും മരണവും വെക്കുക, അനുഗ്രഹവും ശാപവും വെക്കുക. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് മനുഷ്യൻ്റെ മനസ്സിൽ വരാത്തത് കൊണ്ട് തിരഞ്ഞെടുപ്പ് ഈ ലോകത്തിൽ പലതിൻ്റെയും പുറകിൽ പോകും. പലതിനെ ചൊല്ലിയും മനുഷ്യർ വ്യാകുലപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട, നാളെയെക്കുറിച്ച് ഭാരപ്പെടേണ്ട. നാളെ എന്താകും, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് ഭാരപ്പെടേണ്ട. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നന്നായിട്ട് അറിയുന്ന ദൈവം അത്രേ. ദൈവത്തിനറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. നിങ്ങളുടെ ഈ ഭൂമിയിലേക്ക് വേണ്ടത് എന്തെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, അവൻ ദിവ്യാത്മാവിനാൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്നതൊക്കെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ ഈ ലോകത്തിലെ ഭക്തിക്ക് വേണ്ടതും ഹല്ലേലൂയ ജീവന് വേണ്ടതും അവൻ ദിവ്യാത്മാവിനാൽ ദാനം ചെയ്തിരിക്കുന്നു. ഭക്തിക്ക് വേണ്ടതും ഹല്ലേലൂയ ഇതാ ജീവന് വേണ്ടതും ഈ ലോകത്തിൽ വേണ്ടതും നിത്യതയ്ക്ക് വേണ്ടതും എന്താണോ അത് കർത്താവ് ദാനം ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ സമയത്ത് നിങ്ങളുടെ ആവശ്യത്തെ നന്നായിട്ട് അറിയുന്ന കർത്താവിൻ്റെ മുമ്പിലാണോ നിങ്ങളിരിക്കുന്നത്? മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്താട്ട് ആർക്കും അപഹരിക്കാൻ പറ്റാത്ത, ദ്രവിക്കാത്ത, പുഴുവരിക്കാത്ത ഒരു നിത്യത നമുക്കുണ്ട്. കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ട്. നമ്മുടെ ആത്മീകമായ ഹല്ലേലൂയ ഒരു വളർച്ച നമുക്കുണ്ട്. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ആത്മീക
ഭക്ഷണം നമുക്കുണ്ട്, അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന് രാവിലെ കർത്താവ് ചോദിക്കുന്നു, നീ ഒരു മാർത്തയാണോ, നീ ഒരു മറിയയാണോ? നീ ഒരു മാർത്തയോ, നീ ഒരു മറിയയോ? ഒരു തീരുമാനം നിങ്ങൾക്കെടുത്താട്ട് ഈ ലോകത്തിലെ പലതിനെക്കുറിച്ചും ഭാരപ്പെടുന്നതിനെക്കാട്ടിലും ഉപരി കർത്താവിൻ്റെ പാദത്തെങ്കിലിരുന്ന് ഹല്ലേലൂയ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ആത്മീക ആഹാരം കഴിക്കുകയും ആത്മീകമായി ഉയർച്ച പ്രാപിക്കുകയും ചെയ്താൽ നിശ്ചയമായി ഹല്ലേലൂയ ഈ ലോകത്തിൽ വേണ്ടതും തരും, നിത്യതയും തരും. യേശു കർത്താവ് പറഞ്ഞതുപോലെ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് പകൽക്കാലം നല്ല പിതാവേ, ഞാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവമേ തരണം. ഈ ലോകത്തിലെ ഹല്ലേലൂയ ആഹാരത്തെക്കാട്ടിലും ഉപരി, ഈ ലോകത്തിൻ്റെ ഉയർച്ചയെക്കാട്ടിലും ഉപരി നിത്യതയെ മുറുകെ പിടിക്കാൻ യേശുവിനോട് ചേർന്നിരിപ്പാൻ, യേശുവിൽ നിന്ന് പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ പുറത്തെ മനുഷ്യന് വേണ്ടതും ദൈവം തരുമെന്ന് തിരുവചനത്താൽ ഞങ്ങൾ ആശ്രയിച്ച് വിശ്വസിക്കുന്നു. തന്നോട് ചോദിക്കുന്നവർക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവം, നന്മകളെ തരുന്ന ദൈവം, ഒരു നന്മയും മുടക്കാത്ത ദൈവമാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് വിശ്വസ്തനാ, അങ്ങ് വാക്കുമാറാത്ത ദൈവമാണ്. അങ്ങ് ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.